ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം. മാംസ രക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ശിമിയോൻ പത്രോസിനോട് ഈശോ പറയുന്നതാണ് വചനഭാഗം എന്ന് പറയുന്നത്. താൻ ആരാണ് എന്ന ചോദ്യത്തിന് വളരെ സന്തോഷത്തോടുകൂടി മറുപടിയൊക്കെ പറഞ്ഞ് സന്തോഷിച്ചു നിന്നിരുന്ന ശിമിയോൻ പത്രോസിനോട് ഈശോ പറയുന്നു, ദേ ഇത് നീ പറഞ്ഞത് നിന്റെ കഴിവുകൊണ്ടല്ല, നീ സ്വയം പറഞ്ഞതല്ല, മറിച്ച് എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. നീ ഇതിൽ കൂടുതൽ അഭിമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്നേഹമുള്ളവരെ, ഈശോ ഈ ഒരു വചനം പറയുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഭൗതികമായ ബുദ്ധി കൊണ്ട് സാധിക്കത്തില്ല. എൻ്റെ കഴിവ് കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാനായിട്ടോ അവനെ ഗ്രഹിക്കാനായിട്ടോ ഞാൻ പരിശ്രമിച്ചാല് ഉറപ്പായിട്ടും എനിക്ക് ലഭിക്കാൻ പോകുന്നത് പരാജയമായിരിക്കുമെന്ന് വചനത്തിലൂടെ ഈശോ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരിക. നിനക്ക് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നിന്റെ കൂടെ ദൈവമുണ്ടായിരിക്കണം. ദൈവം വെളിപ്പെടുത്താതെ നമുക്കൊരിക്കലും ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. സ്വന്തം കഴിവില് ആശ്രയിച്ച് അഹങ്കരിച്ചു ജീവിക്കുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മൾ മാറാറുണ്ടല്ലേ. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തു. ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ് ദൈവത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. എൻ്റെ കഴിവിലും എൻ്റെ ബുദ്ധിയിലും ആശ്രയിച്ചാല് സ്നേഹമുള്ളവരെ വീണു പോകും, പരാജയം സംഭവിക്കും. അവിടെ ഒരിക്കലും വിജയിക്കാനായിട്ട് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ വന്നിരിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാണ്. ദൈവമേ, നീ മനസ്സായാൽ മാത്രമേ, നിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ എനിക്ക് നിന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ എൻ്റെ ജീവിതത്തില് ഞാൻ പരാജയപ്പെട്ടു പോകും. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ശിമിയോൻ പത്രോസിനെ പറഞ്ഞ് ഈശോ തിരുത്തുന്നത്, നിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ പിതാവായ ദൈവമാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നതേ എന്ന്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തില് സ്വന്തം കഴിവില് അഹങ്കരിക്കാതെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് അവന്റെ ചാരയിരുന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താല് അവനെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് അവനോട് ചേർന്നിരുന്ന് ജീവിതത്തില് എപ്പോഴും സന്തോഷത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.